ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഫ്ളലിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാന്യ ശ്രോതാക്കളെ, വണ്ടൂർ ജാമിയ വഹബിയ്യ അറബിയ്യയുടെ വജ്ര ജൂബിലി പ്രമാണിച്ച് 60 പ്രഭാഷണങ്ങൾ ഒരുക്കുന്നതിലെ റിസാലത്ത് എന്ന വിഷയം സംബന്ധിയായ സംസാരമാണ് ഇവിടെ നടക്കുന്നത്. കണ്ണും കാതും സാമാന്യ ബുദ്ധിയുമുള്ള ഏതൊരാൾക്കും ബോധ്യപ്പെടുന്നതാണ് ഈ പ്രപഞ്ചത്തിന് ഒരു സ്രഷ്ടാവുണ്ടായിരിക്കും എന്നത്. ആ സ്രഷ്ടാവിൻ്റെ വിവിധതരം സൃഷ്ടികൾ ഈ പ്രപഞ്ചത്തിൽ മനുഷ്യൻ കാണുന്നു. അതിലെല്ലാ സൃഷ്ടികളുടെയും മേൽ ആധിപത്യം സ്ഥാപിക്കുന്നവനായും മറ്റു സൃഷ്ടികളെയൊക്കെ പല രീതിയിൽ നിയന്ത്രിക്കുന്നവനായും ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടികളിൽ പ്രധാന കേന്ദ്രമായി മനുഷ്യനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെയെങ്കിൽ മറ്റുള്ളവയൊക്കെ നിയന്ത്രിക്കുകയും സൃഷ്ടികളുടെ കേന്ദ്രമായി നിലകൊള്ളുകയും ചെയ്യുന്ന മനുഷ്യൻ, അവൻ ധാർമ്മികമായും മാന്യമായും ശാന്തപരമായും സമാധാനപരമായും ജീവിച്ചാൽ, പ്രപഞ്ചത്തിലെ ഇതര വസ്തുക്കളോട് നിയമപരമായും മാന്യമായും ഇടപെടുന്ന രീതിയിൽ ജീവിച്ചാൽ ഈ പ്രപഞ്ചം ശാന്തമായിരിക്കുകയും സുഗമമായി മുന്നോട്ട് പോവുകയും ചെയ്യുമെന്ന് നമുക്ക് ഊഹിക്കാം. അതോടൊപ്പം തന്നെ മനുഷ്യന് വിശേഷബുദ്ധി കൊണ്ട് അല്ലാഹു അനുഗ്രഹിച്ചതിനാൽ അവൻ പ്രത്യേകമായ ചില നീതിനിഷ്ഠകൾ പാലിക്കേണ്ടവനാണ് എന്നും നമുക്ക് ചിന്തിക്കുമ്പോൾ ബോധ്യപ്പെടുന്നു. അതുപോലെ മനുഷ്യൻ്റെ ജീവിത ലക്ഷ്യം, എവിടെ നിന്ന് വന്നു, എന്തിനു വന്നു, എങ്ങോട്ട് പോകുന്നു എന്നിത്യാദി കാര്യങ്ങൾക്ക് വിശേഷബുദ്ധിയുള്ള മനുഷ്യന് ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. പുറമെ ഈ ജീവിതം അവസാനിക്കുന്നതായി നാം കാണുന്നു. ഭൂമിയിൽ ജീവജാലങ്ങളായുള്ളതെല്ലാം തന്നെ കാലങ്ങൾ കഴിയുമ്പോൾ അസ്തമിച്ചുകൊണ്ടിരിക്കുന്നു, മനുഷ്യർ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നാം കാണുന്നു. അപ്പോൾ ഈ ജീവിതം അവസാനിക്കും എന്ന് ഏതൊരു മനുഷ്യനും ബോധ്യമുണ്ട്. അങ്ങനെ അവസാനിച്ചാൽ പിന്നെ എന്ത്? വാസ്തവത്തിലൊരു പരലോക ജീവിതമുണ്ട്, മരണശേഷം മറ്റൊരു ലോകത്തെ ജീവിതമുണ്ട്. ഈ ജീവിതം അവിടേക്ക് എന്താണ് വേണ്ടത്, അവിടേക്ക് എന്താണ് ഉപകാരപ്പെടുക, അവിടെ എന്തായിരിക്കും അവസ്ഥ എന്നതൊക്കെ മനുഷ്യന് മനസ്സിലാകേണ്ടതുണ്ട്. അപ്പം ഈ ലോകത്തിൻ്റെ ജീവിതം സുഗമമാക്കുന്നതിന് വേണ്ടിയും പ്രപഞ്ചത്തിൻ്റെ ഘടകങ്ങളോട് നീതി പുലർത്തുന്നതിന് വേണ്ടിയും ധർമ്മം പുലർത്തുന്നതിന് വേണ്ടിയും മനുഷ്യന് ചില നിയമസംഹിതകൾ ആവശ്യമായി വരുന്നു. അതുപോലെ മരണശേഷമുള്ള ജീവിതത്തിലേക്കുള്ള ഒരുക്കങ്ങൾ മനുഷ്യന് ആവശ്യമായി വരുന്നു. ഈ മരണശേഷമുള്ള ജീവിതവും അതുപോലെ ഈ ലോകത്തെ ഈ അനിവാര്യമായ ജീവിത വ്യവസ്ഥിതിയും ഇത് മനുഷ്യന് സ്വന്തമായി കണ്ടെത്താൻ കഴിയുന്നതല്ല എന്നതാണ് വസ്തുത. നമ്മൾ ആലോചിക്കുമ്പോൾ ആധുനികമായ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ നമ്മൾ വാങ്ങുമ്പോൾ അതെങ്ങനെ ഉപയോഗിക്കണമെന്നത് നാം നമ്മുടെ സ്വയം കണ്ടെത്തലുകൾ കൊണ്ടല്ല തീരുമാനിക്കുന്നത്. മറിച്ച് അതിൻ്റെ നിർമ്മിച്ച കമ്പനി അതിനൊരു യൂസർ മാനുവലോ ഒരു കാറ്റലോഗോ ഒക്കെ നൽകുന്നു. ഇതുപോലെ വളരെ സങ്കീർണനായ സൃഷ്ടിയായ മനുഷ്യൻ, ആ മനുഷ്യന് അവൻ്റെ ജീവിത വ്യവസ്ഥിതിയും അവൻ്റെ പരലോക വിഷയങ്ങളെക്കുറിച്ചുള്ള നയങ്ങളുമെല്ലാം സ്രഷ്ടാവായ റബ്ബ് നൽകേണ്ടതുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടും. അപ്പോൾ മാത്രമേ അത് കുറ്റമറ്റതാവുകയുള്ളൂ. സർവജ്ഞനായ സർവശക്തനായ റബ്ബിൽ നിന്ന് അത് ലഭിക്കണം. അങ്ങനെ ലഭിക്കുന്നത് ഓരോരുത്തർക്കും അല്ലാഹു തആല വ്യക്തിപരമായി നൽകിക്കൊണ്ടിരിക്കുന്നില്ല എന്നതൊരു വസ്തുതയാണ്. മറിച്ച് അതിന് അല്ലാഹു തആല ഒരുക്കിയിരിക്കുന്ന അവൻ്റെ സന്ദേശങ്ങളും അവൻ്റെ നിയമവ്യവസ്ഥകളും ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ ഒരുക്കിയിരിക്കുന്ന വ്യവസ്ഥിതിയാണ് റിസാലത്ത്. അതായത് മനുഷ്യരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന വിശിഷ്ട വ്യക്തികൾക്ക് അല്ലാഹു വഹ്യ്
എന്ന വെളിപാട്, ദിവ്യ സന്ദേശം നൽകിക്കൊണ്ട് അത് ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ, ജനങ്ങൾക്കത് നൽകുവാൻ അവരെ ഏൽപ്പിക്കുന്ന ദൗത്യത്തിനത്രേ റിസാലത്ത് എന്ന് പറയുന്നത്. ഇത് ധാരാളമായി അല്ലാഹു തആല മുർസലുകളെ നിയോഗിച്ചുകൊണ്ട് അവൻ്റെ നിയമസംഹിതയും അവൻ്റെ നിയമനിർദ്ദേശങ്ങളുമെല്ലാം മാനവന് പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ റസൂലായി വരേണ്ട ആളുകളെ, റിസാലത്തിനായി അല്ലാഹു തെരഞ്ഞെടുത്തിരിക്കുന്നവരെ അവരുടെ ജീവിതാരംഭം മുതൽ തന്നെ പ്രത്യേകമായ സൂക്ഷ്മതയിലും ധാർമ്മികാവസ്ഥയിലും സത്യസന്ധതയിലും ബുദ്ധികൂർമ്മതയിലും ബുദ്ധിവൈഭവത്തിലും പാപസുരക്ഷിതത്വത്തിലുമൊക്കെയായി അല്ലാഹു തആല വളർത്തും. അങ്ങനെ സമൂഹത്തിൽ പാപസുരക്ഷിതരായും സത്യസന്ധരായും ബുദ്ധിവൈഭവമുള്ളവരായും വിശ്വസ്തരായും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ വന്നുകൊണ്ട് ഞാൻ അള്ളാഹുവിൽ നിന്നുള്ള ദൂതനാണ്, എനിക്ക് അല്ലാഹു തആല വഹീ നൽകിയിരിക്കുന്നു, നിങ്ങൾക്ക് ഇന്ന സന്ദേശങ്ങൾ നൽകുവാൻ അള്ളാഹു എന്നെ ഏൽപ്പിച്ചതാകുന്നുവെന്ന് പറയുമ്പോൾ ആ വന്നു പറയുന്നയാളുടെ ജീവിതം മുൻപനുഭവിച്ചിട്ടുള്ള, അയാൾ സത്യസന്ധനാണെന്ന് ബോധ്യമുള്ള, അയാൾ കളവ് പറയുകയില്ല എന്ന് ബോധ്യമുള്ള ആളുകൾക്ക് ഈ പറയുന്നത് കൊണ്ട് തന്നെ അയാളെ വിശ്വസിക്കാൻ സാധിക്കും. ഇനി അങ്ങനെ വിശ്വാസം വരുന്നില്ലെങ്കിൽ അല്ലാഹു തആല അതിന് തെളിവുകൾ നിരത്തി കൊടുക്കും, അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ കാണിക്കും. വിശ്വസിക്കേണ്ട സംശയമുള്ള ആളുകൾ ആവശ്യപ്പെടുന്ന അത്ഭുതങ്ങൾ, സാധാരണയായി മനുഷ്യരിൽ സംഭവിക്കാത്ത അത്ഭുതങ്ങൾ അല്ലാഹു തആല അവരിലൂടെ വെളിപ്പെടുത്തിക്കൊണ്ട് അവർക്ക് പിൻബലം നൽകുകയും തെളിവ് നൽകുകയും ചെയ്യും. അതത്രേ മുഅ്ജിസത്ത്. അങ്ങനെ മുഅ്ജിസത്ത് കൊണ്ട് പിൻബലം നൽകി, ശക്തി നൽകി അല്ലാഹു തആല പ്രമാണം നൽകുന്നവരും കൂടിയാണ് മുർസലുകൾ. അങ്ങനെയുള്ള മുർസലുകൾ നൽകുന്ന സന്ദേശമാണ് മനുഷ്യന് ഈ ലോകത്തെ ജീവിതം സ്വസ്ഥമാക്കുന്നതിനും പരലോക ജീവിതം വിജയത്തിലാക്കുന്നതിനുമുള്ള മാർഗം. ആ മാർഗം നൽകാൻ അള്ളാഹു തെരഞ്ഞെടുക്കുന്നത് മനുഷ്യരെയാണ്. ഇൻസാനുൻ ബഅസഹുല്ലാഹു ഇലൽ ഖൽഖി ലിതബ്ലീഗിൽ അഹ്കാം എന്നാണ് മുർസലുകളുടെ നിർവചനമായി നമുക്ക് നമ്മുടെ ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയുക. ജനങ്ങളിലേക്ക് അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ എത്തിക്കുവാൻ വേണ്ടി അവൻ തെരഞ്ഞെടുത്ത് നിയോഗിക്കുന്ന മനുഷ്യനാകുമ്പോഴാണ് മനുഷ്യർക്കാവശ്യമുള്ള എല്ലാ വശങ്ങളും വേണ്ട പോലെ വിവരിക്കുവാനും പഠിപ്പിക്കുവാനും സാധിക്കുക. മലക്ക് എന്ന അള്ളാഹുവിൻ്റെ പ്രത്യേകമായ സൃഷ്ടികളുണ്ട്. ദൈവദൂതന്മാരായി മുർസലുകളെ സമീപിക്കുന്നവരും അവരിൽപ്പെട്ടവരാണ്. ആ മലക്കുകളെ പക്ഷേ ഇങ്ങനെ റിസാലത്തിന്, ജനങ്ങളിലേക്ക് സന്ദേശം നൽകുന്നതിന് തിരഞ്ഞെടുത്താൽ അത് മനുഷ്യർക്കെല്ലാ മേഖലകളിലും അവരെ മാതൃകയാക്കാൻ കഴിയുകയില്ല. കാരണം മലക്കുകൾ വിവേകം മാത്രം കൊണ്ട് പടക്കപ്പെട്ടവരാണ്. മനുഷ്യനിൽ അന്തർലീനമായിരിക്കുന്ന വികാരവിചാരങ്ങൾ അവരിൽ വാസ്തവത്തിലില്ലല്ലോ. അപ്പോൾ മനുഷ്യനിൽ അന്തർലീനമായിരിക്കുന്ന എല്ലാ വികാരങ്ങളോടും അവയൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണം, അതിനോടൊക്കെ എങ്ങനെ പ്രതികരിക്കണമെന്നൊക്കെയുള്ള നിലപാടുകൾ സമ്പൂർണ്ണമായി മനസ്സിലാക്കണമെങ്കിൽ ഈ റസൂലായി ദൂതരായി വരുന്നവർ മനുഷ്യർ തന്നെ ആയിരിക്കണം. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് വേണ്ടി തെരഞ്ഞെടുത്തിരിക്കുന്നവരാണ് മുർസലുകൾ. അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യമാണ് റിസാലത്ത്. ഇരുലോകത്തിൻ്റെയും വിജയം കാക്ഷിക്കുന്നവർ, ആഗ്രഹിക്കുന്നവർ, നന്മയാഗ്രഹിക്കുന്നവർ, ധർമ്മം ആഗ്രഹിക്കുന്നവർ, നീതി ആഗ്രഹിക്കുന്നവർ ഈ മുർസലുകളെ അനുഗമിക്കുകയും പിൻപറ്റുകയും വിശ്വസിക്കുകയുമേ മാർഗമുള്ളൂ എന്നതാണ് വസ്തുത. അങ്ങനെ വന്ന പ്രവാചകന്മാർ അവർ വസ്തുതകൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുമ്പോൾ മർക്കടമുഷ്ടിയില്ലാത്ത എല്ലാവരും അവരെ സ്വീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യും. കാരണം അത്രമേൽ സത്യസന്ധരായിട്ടാണ് അവരെ ജീവിതത്തിൽ ഇതുവരെ ജനം കണ്ടിട്ടുള്ളതും മനസ്സിലാക്കിയിട്ടുള്ളതും. അതോടൊപ്പം ആവശ്യമുള്ള പ്രമാണങ്ങൾ, തെളിവുകൾ, അമാനുഷികതകൾ അല്ലാഹു തആല കൂടെ നൽകുകയും ചെയ്യുന്നു. ഇങ്ങനെ നിയോഗിച്ചവരിൽ ആദ്യത്തെ മനുഷ്യൻ ആദം നബി അലൈഹിസ്സലാം മുതൽ അവസാനത്തെ പ്രവാചകർ മുത്ത് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുകൂടി ആ പ്രവാചക ശൃംഖല അല്ലാഹു തആല സമാപിപ്പിക്കുന്നു.
അങ്ങനെ സമാപിച്ച മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ വന്ന സന്ദേശമാണ് ഈ ലോകാവസാനം വരെയും ആവശ്യം. അത് ചിന്താശേഷിയുള്ളവരും ബുദ്ധിശേഷിയുള്ളവരുമെല്ലാം കണ്ടെത്തുകയും വിശ്വസിച്ച് പിൻപറ്റിപ്പോരുകയും ചെയ്യുന്നു. മുർസലുകളെ ബോധ്യമുള്ള ജനങ്ങൾ അവരെ പിൻപറ്റുന്നതും വിശ്വസിക്കുന്നതും ചരിത്രത്തിൽ നമുക്ക് ധാരാളമായി കാണാൻ കഴിയുന്നതിൽ മൂസാ നബി അലൈഹിസ്സലാമിനെ ചരിത്രം വിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തുന്നിടത്ത് ഫിർഔനിൻ്റെ മുൻപിൽ മൂസാ നബി അലൈഹിസ്സലാം തൻ്റെ പ്രവാചകത്വം ബോധ്യപ്പെടുത്തിയത് അന്നത്തെ ഫിർഔനിൻ്റെ സാഹിറുകാർ മാരണക്കാരായിരുന്നവർ നടത്തിയ കൺകെട്ടു മായാജാല വിദ്യകളെ തൻ്റെ കയ്യിലിരുന്ന വടി ഇട്ട് പാമ്പാക്കിക്കൊണ്ട് പരാജയപ്പെടുത്തിയപ്പോൾ അന്ന് അവിടെ മാരണക്കാരായി മൂസാ നബിയോട് മത്സരിക്കാൻ വന്ന എല്ലാവരും മൂസാ നബിയുടേത് മാരണമല്ല, ഇത് ദിവ്യസന്ദേശത്തിൻ്റെ ഭാഗം തന്നെയാകുന്നു, ഏകദൈവത്തിൽ നിന്നുള്ള അള്ളാഹുവിൽ നിന്നുള്ള നിയോഗം തന്നെയാകുന്നുവെന്ന് ബോധ്യപ്പെട്ടപ്പോൾ അവർ ആമന്ന ബിറബ്ബി ഹാറൂന വ മൂസ എന്ന് പ്രഖ്യാപിക്കുകയും അതിനെതിരെ അങ്ങനെ നിങ്ങൾ എങ്ങനെ വിശ്വസിക്കും ഞാൻ സമ്മതിക്കാതെ എന്ന് ഫിർഔൻ ചോദിക്കുമ്പോൾ ലൻ നുസിറക അലാ മാ ജാഅനാ മിനൽ ബയ്യിനാത്ത്, ഞങ്ങൾക്ക് വന്നെത്തിയിട്ടുള്ള ഈ ബയ്യിനാത്തിനേക്കാൾ നിന്നെ ഞങ്ങൾ തിരഞ്ഞെടുക്കുകയേ ഇല്ല, വല്ലദീ ഫതറന, ഞങ്ങളെ സൃഷ്ടിച്ച റബ്ബിനേക്കാളും നിന്നെ ഞങ്ങൾ ഗൗനിക്കുകയില്ല, നിനക്ക് ഞങ്ങൾ മുൻഗണന നൽകുകയില്ല. ഫഖ്ദി മാ അൻത ഖാൽ, നീ നിനക്ക് തോന്നിയത് പ്രവർത്തിച്ചുകൊള്ളുക, നീ ഞങ്ങൾ എന്തു ചെയ്താലും ഞങ്ങൾക്ക് പ്രശ്നമില്ല. ഇന്നമാ തഖ്ലി ഹാദിഹിൽ ഹയാത്തുദ് ദുനിയ, നീ ഇഹലോക ജീവിതത്തിൽ മാത്രമല്ലേ എന്തും കാട്ടിക്കൂട്ടുകയുള്ളൂ എന്ന് അവർ പ്രതികരിക്കുന്നു. അങ്ങനെ ഭൗതിക നഷ്ടങ്ങൾ എന്തൊക്കെ വന്നാലും ശരി, പ്രവാചകർ കാണിച്ചിരിക്കുന്നത്, പ്രവാചകർ പഠിപ്പിക്കുന്നത് സത്യദൂതാണ്, പരലോക രക്ഷയ്ക്കുള്ളതാണ് എന്ന് ബോധ്യമുള്ള ജനത അവരെ വിശ്വസിച്ചംഗീകരിക്കുകയും ചെയ്തു. ഇതാണ് റിസാലത്തിൻ്റെ സത്ഫലം. നന്മയിലേക്ക് ജനങ്ങളെ എത്തിക്കുക, ഈ ലോക ജീവിതം സുരക്ഷിതമാക്കുക, ഇവിടെ സമാധാനാന്തരീക്ഷം ഉണ്ടാക്കുക, നീതിയും ധർമ്മവും പുലർത്തുക. അതിനുവേണ്ടി അല്ലാഹു തആല സംവിധാനിച്ചിരിക്കുന്ന ഒരു സംവിധാനമാണ് റിസാലത്ത്. ആ റിസാലത്തുമായി വന്നിട്ടുള്ള മുർസലുകളെ വിശ്വസിച്ച് അവരെ അംഗീകരിച്ച് അവരെ ആദരിച്ച് മുന്നോട്ട് പോവുകയാണ് മനുഷ്യകുലത്തിന് രക്ഷയുടെ മാർഗം. അല്ലാഹു തആല നാം എല്ലാവർക്കും ഇരുലോക രക്ഷ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.